നിങ്ങളുടെയൊക്കെ സഹോദരിയല്ലേ ഈ കുട്ടി? സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കും എന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും പ്രതിജ്ഞ എടുക്കുന്നത്? അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തയ്യാറാവണം. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എയ്ഡ്സ് രോഗിയുടെ മക്കളായി ജനിച്ചവർക്കെല്ലാം ആ രോഗം ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ശാലിനിയുടെ കാര്യം തന്നെ മതിയല്ലോ. ആ കുട്ടിക്ക് അസുഖം പിടിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡ് പറഞ്ഞില്ലേ? ഇനി അഥവാ രോഗം ഉള്ള കുട്ടിയാണെങ്കിൽ തന്നെ അവരോടൊപ്പം കൂട്ടുകൂടുന്നത് കൊണ്ടോ കളിക്കുന്നത് കൊണ്ടോ ഒപ്പം ഇരുന്നത് കൊണ്ടോ ഒന്നും ഈ രോഗം പകരില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്? ഇപ്പൊ എല്ലാവരുടെ സംശയം തീർന്നില്ലേ? ഇനി പേടിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ശാലിനിയുടെ കൂടെ പോയിരിക്കാം. ഞാനിരിക്കാം ടീച്ചറെ. പെൺകുട്ടികൾ ആരുമില്ലേ? ഞാനിരിക്കാം ടീച്ചർ. ഞാനിരിക്കാം ടീച്ചർ. ജോലി വല്ലതും തരപ്പെട്ടോ? ഇല്ല, ഇനി അന്വേഷിച്ച് നടന്നിട്ട് വലിയ കാര്യമില്ല. അതെന്താ? കള്ളൻ എന്ന പേര് വീണുപോയില്ലേ? ഇനിയിപ്പോ എത്ര നല്ലവനായിട്ട് ജീവിച്ചാലും ആ പേര് മാറില്ല. കുറെ കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറുന്നേ. ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കോ? അതുവരെ ഇതുപോലൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടാന്നേ. കുറച്ചു നേരം കിടക്ക്, അപ്പൊ എല്ലാം മാറും. പതുക്കെ പതുക്കെ പതുക്കെ. ലക്ഷ്മി, ഒന്നുമില്ല. അമ്മേ, ഇത് വലിക്കമ്മേ. മരുന്നെടുത്ത് കൊടുക്കായിരുന്നില്ലേ അച്ഛാ? അതെ. അയ്യോ, കപ്പലിന്റെ അടുപ്പത്താ. വേണ്ടമ്മേ, ഞാൻ വാങ്ങി വെച്ചോളൂ. വേണ്ട മക്കളെ, അച്ഛൻ റെഡിയാക്കാം. നീ അമ്മ നോക്കൂ. ഞങ്ങളില്ലാത്ത സമയത്ത് അടുപ്പിന്റെ അടുത്ത് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്? ഞാൻ കച്ചവടത്തിന് പോട്ടെ അമ്മേ. അമൃതേ, അമ്മ നോക്കിക്കോണേ. മോനെ, ഞാൻ കൂടെ വരട്ടെ നിന്റെ കൂടെ കച്ചവടത്തിന്? വേണ്ട, അച്ഛൻ ഈ പണി ശരിയാവില്ല. ശരിയാകും മോനെ. എന്തായാലും ഇന്ന് വേണ്ട അച്ഛ. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. കുമാർ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? കച്ചവടത്തിന് വരുന്നില്ലേ? ഇല്ല, ഞാൻ ഒരാളെ കാത്തിരിക്ക. നീ പൊക്കോ.
ദാ വരുന്നു ആനന്ദ്. ഞാൻ വിചാരിച്ചു നീ പോയി കാണുമെന്ന്. ആരാ ബൈക്ക് വന്നത്? അതെന്റെ പരിചയക്കാരനാ. നീ എന്തോ കൊടുക്കുന്നുണ്ടല്ലോ, എന്താ അത്? അതൊരു സാധനമാ. പേരൊന്നും എനിക്കറിയില്ല, അതൊക്കെ സാറിനെ അറിയൂ. സാറ് പറയുന്നിടത്തൊക്കെ ഞാൻ സാധനം എത്തിച്ചു കൊടുക്കും. ദിവസം 500 രൂപ സാറ് തരും. ദിവസം 500 രൂപയോ? അതെ, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. ഈ കപ്പലിന്റെ കച്ചവടം കൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടാനാ? എന്താ നീയും കൂടുന്നോ? സാറിനെ പരിചയപ്പെടുത്തി തരാം, നല്ല മനുഷ്യനാ. സാറിനെ കണ്ടു പറഞ്ഞ എന്നെയും കൂടെ കൂട്ടൂ? പിന്നെന്താ, നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് സാറ് ജോലി കൊടുത്തിട്ടുണ്ട്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ സാറിനെ കണ്ടാ മതി. എന്താ, കാണണോ? കാണണം. എന്നാ വാ. വില അല്പം കുറവാണ്. എന്നാലും സാരമില്ല. ഓക്കെ സാർ. കുമാറോ? ഇതാരാ, കൂട്ടുകാരനാ? അതെ സാർ, ഇവരും നമ്മുടെ കൂടെ കൂടണമെന്നുണ്ട്. നമസ്കാരം. ഇവൻ ആളെങ്ങനെ? പാവാ സാർ. വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യോ? ചെയ്യും സാർ. അല്ല, അത് അവൻ പറയട്ടെ. ചെയ്യാം സാർ. കുമാർ പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാൻ ജോലി തരാം. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ജോലിയാണ്, അറിയാമല്ലോ. കുമാറെല്ലാം പറഞ്ഞിട്ടില്ലേ? എന്തു പറയുന്നു? ജോലി ചെയ്യാൻ തയ്യാറാണോ? എന്റെ അച്ഛനും ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അച്ഛനെയും കൂട്ടി ഞാൻ നാളെ വരാം. ഓക്കെ, എന്നാ നിങ്ങൾ ചെല്ല്. ശരി. ആരെങ്കിലും ഇത്ര തുണി കൊണ്ടുവാ. അയ്യോ, അവനത് വേണം. ചോര വരുന്നുണ്ടോ? എനിക്ക് നമുക്ക് ഓഫീസ് റൂമിൽ പോയി മരുന്ന് വെച്ചേട്ടോ. ദാ സാറിന്റെ വണ്ടി. സാർ, അച്ഛൻ വന്നിട്ടുണ്ട്. ആനന്ദ് പോയി കപ്പലിന് വിട്ടിട്ട് വരും. ഞങ്ങൾ ജോലിക്കാരത്തെ കുറിച്ച് സംസാരിക്കട്ടെ. ശരി സാർ. വരും. ആനന്ദിന്റെ അച്ഛൻ പേര് നാരായണൻ അല്ലേ? അതെ. ജോലിയൊന്നുമില്ല. ഇല്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അതായത് എന്നെ പോലെ. മിസ്റ്റർ നാരായണൻ, എന്റെ കൂടെ നിന്നവരെയൊക്കെ ഞാൻ പന പോലെ തഴച്ച് വളർത്തിയിട്ടുണ്ട്. അതായത് അവരെ ഞാൻ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. പക്ഷേ തന്റെ കാര്യത്തിൽ അല്ല, അത് തന്റെ വിധിയാണെന്നേ പറയാൻ പറ്റൂ. നിങ്ങൾ? ഞാൻ ആരാണെന്ന് നാരായണൻ ഇതുവരെ മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കരുതെന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിച്ചിട്ടാ. എന്റെ കണക്കുകൂട്ടലുകൾ അല്പം ഒന്ന് തെറ്റിയപ്പോ നിന്റെ ജീവിതം നാമാവശേഷമായി. സത്യം പറ, താനാരാ?
ഞാൻ തന്നെ, തന്റെ പഴയ സ്നേഹിതൻ സത്യശീലൻ. പരമദ്രോഹി, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇണങ്ങി നിന്നാൽ നിനക്ക് ഇപ്പോഴും ലക്ഷാധിപതിയാകാം. എന്തു പറയുന്നു? ഇണങ്ങുന്നോ അതോ പിണങ്ങുന്നോ? നിന്നെ ഞാൻ വെറുതെ